ഹായ്. 2 ദിവസമായിട്ട് ഇവിടെ നല്ല മഴയാണ്. അപ്പോൾ എന്തായാലും ഇന്ന് ലീവുമായി, നല്ല തണുപ്പുമുണ്ട്. അതാണ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടുള്ളത്. പിന്നെ ജാക്കറ്റ് ഇട്ടതിന് മെയിനായിട്ട് വേറൊരു കാരണം കൂടിയുണ്ട്. ഒന്ന് പുഴ വരെ ഒന്ന് പോയി നോക്കാം. പുഴയിൽ മഴ ഇങ്ങനെ നിൽക്കാതെ പെയ്യുന്നതും കൊണ്ട് എന്തായാലും നിറഞ്ഞ് പുഴ കവിഞ്ഞിട്ടുണ്ടാവും, ഇപ്പോഴത്തേക്ക് വെള്ളം നിറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. ചിലപ്പോൾ മീൻ പിടിക്കുന്ന ആൾക്കാരും ഉണ്ടാവും അവിടെ. അപ്പോൾ മീൻ പിടിക്കുന്നതൊക്കെ കണ്ടിട്ട് വരാമെന്ന് പോകാൻ വേണ്ടിയുള്ള പരിപാടി. എന്തായാലും അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം നമ്മൾ. ഇങ്ങനെ അവസാനം നമ്മൾ പുഴേൻ്റെ അടുത്ത് എത്തി. വീട്ടിൽ നിന്ന് കുറേ ദൂരം നടക്കാനുണ്ടായിരുന്നു. പിന്നെ വരുന്ന വഴിക്കൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, ഇവിടെ എത്തിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പുറത്തെ സൈഡൊക്കെ കുറേ വെള്ളം മറിഞ്ഞിട്ടുണ്ട്, അവിടെയൊക്കെ മീൻ പിടിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ പിന്നെ പുഴയൊന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ വന്നത്. അപ്പോൾ ഇവിടേക്ക് വന്നപ്പോഴാണ് ഇവിടെ രണ്ട് മീൻ പിടിക്കുന്ന ആൾക്കാരെ കണ്ടു പരിചയപ്പെട്ട് അവരൊപ്പരം കൂടി. ഞാൻ അവരെ പുറകെ വന്നു. അവർ മീൻ പിടിക്കുന്ന കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരെ പുറകെ അങ്ങനെ വന്നതാണ്. നല്ല മഴയും പെയ്യുന്നുണ്ട്, നിൽക്കാതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പുഴയാണ്. പുഴ 2 ദിവസം മുമ്പ് നല്ലോണം നിറഞ്ഞ് ഇപ്പുറത്തേക്കൊക്കെ നല്ല വെള്ളം ചാടിയിരുന്നു. ഇപ്പോൾ ഇറങ്ങിപ്പോയതാണ്. ഇപ്പോൾ ഇങ്ങനെ മഴ പെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി എന്തായാലും കൂടും. അവന്മാർ രണ്ടാളും അവിടെ തണ്ടാടി ഇടുകയാണ്. ഞങ്ങളെ നാട്ടിൽ ഈ വലയ്ക്ക് തണ്ടാടി എന്നാട്ടോ പറയുക. നിങ്ങളെ നാട്ടിൽ എന്താ പറയുകയെന്ന് അറിയില്ല. എന്താണെങ്കിലും അതൊന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ നാട്ടിൽ കുറ്റി തറച്ചിട്ട് വെക്കുന്ന വലയ്ക്ക് എന്താ പറയുകയെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് ഇവിടുത്തെ വെള്ളം കയറിയ കാഴ്ചകൾ. നല്ല മഴയാണ്, അങ്ങോട്ടൊക്കെ നല്ല മഴയാണ്. ഇഷ്ടംപോലെ മീൻ പിടിക്കുന്ന ആൾക്കാരും ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ കുത്തുവലയും കൊണ്ട് ഓരോ തെരുവിലും ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഓരോരുത്തർ. മീൻ കിട്ടുന്നുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും അങ്ങോട്ട് കുറേ ആൾക്കാരുണ്ട്. എന്തായാലും ഇവന്മാർ തണ്ടാടി ഇട്ട് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം എന്തെങ്കിലും മീൻ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന്. കുറച്ച് നേരം നിന്ന് നോക്കാം. നല്ല വലിയൊരു മീൻ പോയി എന്നാണ് അവർ പറയുന്നത്. അവർ വലയിട്ട് വരുമ്പോഴത്തേക്ക് അപ്പുറത്ത് കൂടെ വലിയൊരു മീൻ പോയി എന്നാണ് പറഞ്ഞത്. തൊട്ടപ്പുറത്ത് കാണുന്നത് പുഴയാണ്. പുഴയിൽ നിന്ന് വരുന്ന വെള്ളം തന്നെയാണിത്. രക്ഷല്ല അല്ലേ, വെള്ളം കയറ്റായത് കൊണ്ടായിരിക്കും.
മീനൊന്നും കിട്ടിയിട്ടില്ല. എന്തായാലും ഞാൻ തിരിച്ചു പോവുകയാണ്. ആ കാണുന്നതാണ് റോഡ്. കുറേ ദൂരം നടക്കാനുണ്ട് ഈ വെള്ളത്തിൽ കൂടെ. പിന്നെ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്നാൽ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.